ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലാദന്റെ ഒന്നാം ചരമവാർഷികത്തിൽ ഒബാമയുടെ മിന്നൽ അഫ്ഗാൻ സന്ദർശനം. മെയ് ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭകർ നടത്തിയ സമരം പലയിടങ്ങളിലും അക്രമാസക്തമായി. റിപ്പബ്ലിക്കൻ ഹിതപരിശോധനയിൽ നിന്നുള്ള ഗിംഗ്റിച്ചിന്റെ പിന്മാറ്റം ഇന്നുണ്ടായേക്കും. ചൈനീസ് മനുഷ്യാവകാശ പ്രവർത്തകൻ ചെങ് ഗുവാങ്ചെങ്ങിന്റെ കാര്യത്തിൽ അമേരിക്ക മൗനം പാലിക്കുന്നു. ഞാൻ മനോജ്. വാർത്തകൾ വിശദമായി. ഒസാമ ബിൻ ലാദന്റെ ഒന്നാം ചരമവാർഷികമായി ഇന്ന് പ്രസിഡന്റ് ഒബാമ അഫ്ഗാനിൽ മിന്നൽ സന്ദർശനം നടത്തി. അഫ്ഗാനിലെ അമേരിക്കൻ സൈനിക പിന്മാറ്റത്തെക്കുറിച്ച് നിർണായക വെളിപ്പെടുത്തലുകൾ ഒബാമ പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ സന്ദർശനം നടത്തി. I could not be prouder of you. And I want you to understand, I know it's still tough. I know the battle's not yet over. Some of your buddies are going to get injured. And some of your buddies may get killed. അഫ്ഗാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയുള്ള നിർണായക നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ മിന്നൽ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത്. ഈ വേനൽക്കാലം കഴിഞ്ഞാൽ അഫ്ഗാനിലുള്ള 23,000-ഓളം സൈനികരെ പിൻവലിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നുണ്ടായതായാണ് സൂചന. 2014 അഫ്ഗാന്റെ സുരക്ഷ അവിടുത്തെ സൈന്യത്തെ ഏൽപ്പിച്ച ശേഷം സമ്പൂർണ്ണ പിന്മാറ്റം ചർച്ചകളിൽ വന്നു. Today I signed a historic agreement between the United States and Afghanistan that defines a new kind of relationship between our countries. A future in which Afghans are responsible for the security of their nation, and we build an equal partnership between two sovereign states. A future in which war ends and a new chapter begins. അഫ്ഗാൻ US സംയുക്ത സൈനിക നടപടികളെക്കുറിച്ചും ഇവിടെ ചർച്ച വന്നു. അഫ്ഗാനിൽ തങ്ങൾ സ്ഥിരം സൈനിക താവളങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ലെന്നും എന്നാൽ സിറ്റികളിലും പർവ്വത പ്രദേശങ്ങളിലും നടത്തുന്ന സൈനിക പട്രോളിംഗ് അഫ്ഗാൻ ജനതയുടെ സുരക്ഷയ്ക്കായാണെന്നും ഒബാമ അഫ്ഗാനിലെ ബഗ്രാം എയർബേസിൽ പറഞ്ഞു. This month at a NATO summit in Chicago, our coalition will set a goal for Afghan forces to be in the lead for combat operations across the country next year. International troops will continue to train, advise and assist the Afghans and fight alongside them when needed. But we will shift into a support role as Afghans step forward. എന്നാൽ ഇപ്പോഴത്തെ സന്ദർശനത്തിന് ചില പ്രത്യേകതകൾ അവകാശപ്പെടാനുണ്ട്. തങ്ങളുടെ പ്രധാന ശത്രുവായിരുന്ന ബിൻ ലാദനെ സ്വന്തം താവളത്തിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ ഒന്നാം വാർഷികത്തിലാണ് ഒബാമ ഇവിടെ എത്തിയത്. മണിക്കൂറുകൾ മാത്രമേ ഒബാമ ഇവിടെ തങ്ങിയുള്ളൂ. ഒബാമയുടെ സന്ദർശനം അവസാനിച്ച് മടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വൻ സ്ഫോടനമുണ്ടായതായി സേനാ വക്താക്കൾ അറിയിച്ചു. ഇതിൽ 5 പേർ മരണപ്പെട്ടതായി അഫ്ഗാൻ സൈനിക വക്താക്കളും സ്ഥിരീകരിച്ചു. അഫ്ഗാന്റെ സമാധാനത്തിനായി അൽഖ്വയ്ദ പോലെയുള്ള ഭീകര സംഘടനകളുടെ സമ്പൂർണ്ണ നാശം വരണമെന്നും അത് എന്ന് സാക്ഷാത്കരിക്കുമെന്ന് തങ്ങൾക്കറിയില്ലെന്നും ഒബാമ പറഞ്ഞു. തങ്ങളുടെ അഫ്ഗാൻ ദൗത്യം അവസാനിക്കാൻ പോവുകയാണെന്നും അതുകൊണ്ട് തന്നെ കരുത്തുള്ള ഒരു അഫ്ഗാൻ സൈന്യം ഉയർന്നു വരണമെന്നും അതിൽ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും ഒബാമ വെളിപ്പെടുത്തി. After that, reductions will continue at a steady pace with more and more of our troops coming home. And as our coalition agreed, by the end of 2014, the Afghans will be fully responsible for the security of their country. പ്രമുഖ അമേരിക്കൻ ഗിറ്റാറിസ്റ്റ് ചാൾസ് കിപ്പ് പിറ്റ്സ് അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് ഇന്നലെയായിരുന്നു മഹാനായ കലാകാരന്റെ അന്ത്യം. പ്രമുഖ അമേരിക്കൻ ഗിറ്റാറിസ്റ്റ് ചാൾസ് കിപ്പ് പിറ്റ്സ് അന്തരിച്ചു. അദ്ദേഹത്തിന് 65 വയസ്സായിരുന്നു. ടെന്നീസിയിലെ മെംഫിസ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മഹാനായ കലാകാരന്റെ അന്ത്യം സംഭവിച്ചത്. 1970-ൽ ഹായസിന്റെ ബാൻഡിലൂടെയായിരുന്നു പിറ്റ്സിന്റെ സംഗീതയാത്ര തുടങ്ങിയത്. വാ വാ എന്ന പുതിയ ശൈലിയും ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. ഇതിനൊക്കെ പിന്തുണയായി നിന്നത് എന്നും ഹാൻസും അദ്ദേഹത്തിന്റെ ബാൻഡുമായിരുന്നു. 2007-ൽ ഹെയ്സ് അന്തരിക്കും വരെയും ഈ സംഗീതയാത്ര പിറ്റ്സ് തുടർന്നു. ഇന്നലെയാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. തൊണ്ടയിൽ ബാധിച്ച അർബുദബാധയാണ് മരണകാരണം. വാഷിംഗ്ടൺ DC-യിലായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. തന്റെ 11-ാം വയസ്സ് മുതൽ തന്നെ ഗിറ്റാർ പഠിച്ചു തുടങ്ങി. 65-കളിൽ തന്റെ 17-ാം വയസ്സിൽ ഗെയിൻ ഷാൻസിലറുടെ റെയിൻബോയിലൂടെ സംഗീത രംഗത്തെ തുടക്കം കുറിച്ചു. പിന്നീട് ഹെയ്സിനൊപ്പം കൂടുകയും നിരവധി സിനിമകളിൽ പ്രവർത്തിക്കുകയും ചെയ്തു.
2005 ഹസിൽ ആൻഡ് ഫ്ലോ എന്നൊരു ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തു പിറ്റ്സ്. കഴിഞ്ഞ ശിശിരകാലത്തിൽ ഗോ ടു ഗെറ്റ് ബാക്ക് എന്നൊരു ആൽബം തന്റെ ബാൻഡായ ബോ കീസുമായി ചേർന്ന് പുറത്തിറക്കാനും പിറ്റ്സിനായി. ഗിറ്റാറിൽ പുതിയ ശൈലികൾ പരീക്ഷിക്കുകയും അവയെ ജനപ്രിയമാക്കുകയും ചെയ്ത മഹാരഥനായ ഒരു കലാകാരനെയാണ് ഈ വേർപാടിലൂടെ അമേരിക്കൻ സംഗീത ലോകത്തിന് ഉണ്ടായിരിക്കുന്നത്. മെയ് ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭകർ നടത്തിയ പ്രകടനം പലയിടങ്ങളിലും അക്രമാസക്തമായി. ന്യൂയോർക്കിൽ 30ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക തൊഴിലാളി ദിനമായി ഇന്നലെ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭകർ നടത്തിയ പ്രതിഷേധ പരിപാടിക്കിടെ പലയിടങ്ങളിലും പോലീസുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ദേശീയ വ്യാപകമായി പണിമുടക്കാനാണ് വാൾസ്ട്രീറ്റ് പ്രക്ഷോഭകർ ഇന്നലെ ആഹ്വാനം ചെയ്തിരുന്നത്. ഇതിന്റെ ഭാഗമായി ന്യൂയോർക്കിലെ യൂണിയൻ സ്ക്വയറിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ മാത്രം 10,000 പേരാണ് പങ്കെടുത്തത്. റാലിയായാണ് പ്രക്ഷോഭകർ യൂണിയൻ സ്ക്വയറിലേക്ക് എത്തിയത്. റാലി വന്ന മണിക്കൂറുകൾക്കകം പോലീസ് എത്തി പ്രക്ഷോഭകാരികളെ പിരിച്ചുവിട്ടു. ഇതിനിടയിൽ കൂടുതൽ പ്രശ്നക്കാരായ 30ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഓക്ലാൻഡിലും കാലിഫോർണിയയിലും പ്രക്ഷോഭകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ഇവിടങ്ങളിൽ പോലീസ് പ്രക്ഷോഭകർക്ക് നേരെ ഗ്രനേഡുകളും കണ്ണീർവാതക ഷെല്ലുകളും ഉപയോഗിച്ചു. വാഷിംഗ്ടൺ DC-യിലും ലോസ് ആഞ്ചൽസ് ഇന്റർനാഷണൽ എയർപോർട്ടിലും അറ്റ്ലാന്റയിലും ഷിക്കാഗോയിലും വിവിധ പ്രതിഷേധ പരിപാടികൾ നടന്നു. കഴിഞ്ഞ വർഷം ആരംഭിച്ച വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം ആദ്യമുണ്ടായിരുന്ന ശക്തി പതിയെ ക്ഷയിച്ചു വരുന്ന സമയത്താണ് മെയ് ദിനാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ഈ പരിപാടികൾ നടന്നത്. ഇന്നലെ നടന്ന സമരങ്ങളിലെ ജനപങ്കാളിത്തം സമരത്തിന് വീണ്ടും ഊർജം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണാധികാരികൾ അടിച്ചമർത്തി ഇല്ലാതാക്കിയ സമരം വീണ്ടും ഒരു ഉണർവിന്റെ പാതയിലാണ്. ഇത് ശുഭസൂചന എന്നാണ് വാൾസ്ട്രീറ്റ് പ്രക്ഷോഭകരുടെ അഭിപ്രായം. ഇനി വരാനിരിക്കുന്ന വലിയ സമരങ്ങളുടെ തുടക്കമായി കൂടി ഇതിനെ അവർ കാണുന്നു. തെരുവോരങ്ങളിൽ ചെറു സംഘങ്ങളായി അന്തിയുറങ്ങി കഴിഞ്ഞയാഴ്ചകളിൽ തങ്ങളുടെ സാന്നിധ്യം പ്രക്ഷോഭകർ അറിയിച്ചിരുന്നു. നോ വർക്ക്, നോ സ്കൂൾ, നോ ഷോപ്പിംഗ് എന്നതായിരുന്നു മെയ് ദിന പ്രതിഷേധത്തിന്റെ പ്രധാന മുദ്രാവാക്യം. കൊളംബിയൻ അനാശാസ്യ കേസിൽ ഉൾപ്പെട്ട രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ നുണപരിശോധന തുടരുന്നു. ഇവരിൽ 3 പേർ നുണപരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി കൗൺസിൽ അംഗം പീറ്റർ കിങ് അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ നാണക്കേടിന്റെ പടുകുഴിയിലെത്തിച്ച കൊളംബിയൻ അനാശാസ്യ കേസ് വീണ്ടും വാർത്തകളിൽ നിറയുന്നു. അഭിസാരികമാരെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുവരികയും അവരുമായി പ്രതിഫലത്തിന്റെ പേരിൽ തർക്കിക്കുകയും ചെയ്തതാണ് ഈ കേസ് പുറത്തുവരാൻ കാരണം. ഇതിൽ 12 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ പങ്ക് തെളിഞ്ഞിരുന്നു. ഇവരിൽ 6 പേർ ജോലി ഉപേക്ഷിക്കുകയും മറ്റുള്ളവർ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചിരിക്കുകയുമാണ്. ഇതിനിടെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർക്ക് നുണപരിശോധന നടത്തി വരികയാണ്. എന്നാൽ ഇവരിൽ 3 പേർ ഇതിനോട് സഹകരിക്കില്ല എന്ന വാദവുമായി ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞതായി ഹോംലാൻഡ് സെക്യൂരിറ്റി കൗൺസിൽ അംഗം പീറ്റർ കിങ് വെളിപ്പെടുത്തി. ബാക്കിയുള്ള 9 പേരുടെ നുണപരിശോധനകൾ കഴിഞ്ഞു. എന്നാൽ ഇവരാരും ഈ ടെസ്റ്റിൽ പരാജയപ്പെട്ടിരുന്നില്ല. ഇതിനിടെ ചിലർ ഇക്കേസിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് സർവീസിൽ നിന്ന് രാജിവയ്ക്കുകയും ചെയ്തു. പോളിഗ്രാഫ് ടെസ്റ്റിൽ ചോദിക്കാനുള്ള 50 ചോദ്യങ്ങൾ തയ്യാറാക്കിയത് ന്യൂയോർക്കിലെ റിപ്പബ്ലിക്കൻ അംഗം കൂടിയായ പീറ്റർ കിങ് ആയിരുന്നു. ഇവ രഹസ്യാന്വേഷണ തലവൻ മാർക്ക് സുള്ളിവന് ഏപ്രിൽ 20 കൈമാറിയിരുന്നു. ഇവയ്ക്കുള്ള മറുപടി ഇന്നലെ അദ്ദേഹം കിങ്ങിന് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ സുള്ളിവന്റെ മറുപടിയിലുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ കിങ് തയ്യാറായിട്ടില്ല. ഇക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 12 അഭിസാരികമാരിൽ 10 പേരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. മറ്റ് 2 പേർക്കായുള്ള അന്വേഷണം ഇപ്പോഴും കൊളംബിയയിൽ നടക്കുകയാണെന്ന് കിങ് വെളിപ്പെടുത്തി. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ ജനറലാണ് ഇക്കേസിൽ ഇപ്പോൾ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ പ്രത്യേക അന്വേഷണവും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണവും ഇക്കേസിൽ ഇപ്പോഴും തുടരുകയാണ്. റിപ്പബ്ലിക്കൻ ഹിതപരിശോധനയിൽ നിന്നുള്ള ഗിംഗ്രിച്ചിന്റെ പിന്മാറ്റം ഇന്നുണ്ടായേക്കും. എന്നാൽ റോംനിക്ക് വേണ്ടിയുള്ള ഗിംഗ്രിച്ചിന്റെ പ്രചരണം ഇനിയും താമസിക്കാനാണ് സാധ്യത. റിപ്പബ്ലിക്കൻ ഹിതപരിശോധനയിലെ റോംനിയുടെ വിജയം ഏതാണ്ട് ഉറപ്പായതോടെ മുതിർന്ന റിപ്പബ്ലിക്കൻ പോരാളി ഗിംഗ്രിച്ച് ഇന്ന് തന്റെ വിടവാങ്ങൽ പ്രഖ്യാപിച്ചേക്കും. എന്നാൽ ഇനിയുള്ള പോരാട്ടങ്ങളിൽ റോംനിക്ക് പിന്തുണയുമായി പ്രചരണ രംഗത്തിറങ്ങുമെന്ന പ്രഖ്യാപനം ഇന്നുണ്ടാകാനിടയില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഗിംഗ്രിച്ചിന്റെ ഔദ്യോഗിക വക്താവ് ആസി ഹാമോണ്ടാണ് ഇക്കാര്യം അറിയിച്ചത്.
റോംനിക്കൊപ്പമുള്ള പ്രസിഡന്റ് ഇലക്ഷൻ പ്രചരണം ഗിംഗ്റിച്ച് തുടങ്ങാൻ ഇനിയും ആഴ്ചകളെടുത്തേക്കുമെന്നും ഹാമോണ്ട് കൂട്ടിച്ചേർത്തു. നവംബറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഒബാമയെ പരാജയപ്പെടുത്താൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഒരുമിച്ച് നീങ്ങണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യം ശക്തമായിരുന്നു. മാർച്ച് മാസത്തിൽ ഗിംഗ്റിച്ചിന്റെ ഇലക്ഷൻ പ്രചരണത്തിനായി സമാഹരിച്ചത് $4.3 മില്യൺ ആയിരുന്നു. ഇതിൽ $5 ലക്ഷം ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള തുക എന്തു ചെയ്യണമെന്നതിനെപ്പറ്റി ഇന്ന് ഗിംഗ്റിച്ച് വെളിപ്പെടുത്തുമെന്ന് ഹാമോണ്ട് അറിയിച്ചു. ഉയർച്ച താഴ്ചകൾ പ്രകടമായ ഒരു ഹിതപരിശോധനാ കാലമാണ് ഗിംഗ്റിച്ചിന് ഇപ്പോൾ കഴിയുന്നത്. ഹിതപരിശോധനകൾ ആരംഭിക്കുമ്പോൾ കരുത്തനായ മക്കെയിനും അതിനു പിന്നിൽ ഗിംഗ്റിച്ചുമായിരുന്നു. എന്നാൽ തുടർന്നു വന്ന വിവാദങ്ങൾ ഗിംഗ്റിച്ചിന്റെ സാധ്യതകളെ തകർത്തെറിഞ്ഞു. എന്നാൽ അയോവയിൽ നേടിയ വിജയം ഈ പോരാളിയുടെ കരുത്ത് പ്രകടമാക്കുന്നതായിരുന്നു. പിന്നീട് സൗത്ത് കരോലീനയിലും വിജയിച്ച ഗിംഗ്റിച്ച് ഒരു തിരിച്ചുവരവിന് തയ്യാറെടുക്കുമ്പോഴേക്കും റോംനി ഏറെ കരുത്തനായി മാറിയിരുന്നു. രണ്ടാം സ്ഥാനം സാന്റോറം നിലനിർത്തി പോന്നു. ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ പിന്നെ ഒരിക്കലും ഗിംഗ്റിച്ചിനായിരുന്നില്ല. ഗിംഗ്റിച്ച് ഹിതപരിശോധനയിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇനി എന്താകും ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്നത് ഏറെ പ്രധാനപ്പെട്ടതാകും. ലാർജ്മൗണ്ട് പോലീസ് ക്യാപ്റ്റനും കുടുംബവും വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടു. തീയെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് 4 അംഗ കുടുംബം മരിച്ചത്. ലാർജ്മൗണ്ട് പോലീസ് ക്യാപ്റ്റൻ ഉൾപ്പെടെ ഒരേ കുടുംബത്തിലെ 4 പേർ പുക ശ്വസിച്ചു മരിച്ചു. ലാർജ്മൗണ്ട് പോലീസ് ക്യാപ്റ്റനായ തോമസ് സുള്ളിവൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഡോണ, അദ്ദേഹത്തിന്റെ പെൺമക്കളായ മീഗാൻ, മെയ്റീസ് എന്നിവരാണ് വീട്ടിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ശ്വാസം മുട്ടി മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ഈ ദാരുണ സംഭവം നടന്നത്. ഇവരുടെ ശവശരീരങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് കിട്ടിയതെങ്കിലും മരണകാരണം കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ ചെന്നതാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ എന്താണ് തീപിടുത്തത്തിന് കാരണമാക്കിയത് എന്നതിനെ പറ്റി അന്വേഷണം തുടരുകയാണ്. തന്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാനായുള്ള ശ്രമത്തിൽ ഇദ്ദേഹത്തിന്റെ മകനായ ടോണി സുള്ളിവന് പരിക്കേറ്റിട്ടുണ്ട്. വീട്ടിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് തൊട്ടടുത്ത വീട്ടുകാർക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിർത്തിയിട്ടിരുന്ന കാറുകൾക്കും അഗ്നിബാധയിൽ കേടുപാടുകൾ ഉണ്ടായി. ഒരുപക്ഷെ വൻ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന തീപിടുത്തത്തെ നിയന്ത്രിച്ചത് അഗ്നിശമന യൂണിറ്റുകളുടെ സംയോജിതമായ ഇടപെടലാണ്. 3 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. നിരവധി ടൗണുകളിലുള്ള അഗ്നിശമന സേനാ യൂണിറ്റുകൾ ഇതിൽ പങ്കാളികളായി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് തീപിടുത്ത വിവരം അയൽവാസികൾ പോലീസിനെ അറിയിക്കുന്നത്. ന്യൂയോർക്കിലും ബ്രോങ്സിലും ഇതിനു മുമ്പ് ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തോമസ് സുള്ളിവൻ ന്യൂയോർക്കിലും ബ്രോങ്സിലും ഇതിനു മുമ്പ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മരണപ്പെട്ട 2 പെൺകുട്ടികളും കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ശനിയാഴ്ചയാണ് ഇവരുടെ ശവസംസ്കാരം നടക്കുക. കാർമലിലെ സെന്റ് ജെയിംസ് അപ്പോസ്റ്റൽ ചർച്ചിലാണ് സംസ്കാരം നടക്കുക.